പെരുമ്പാവൂർ വാഴക്കുളത്ത് വീണ്ടും ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ കഴിയാതെ അഭിഭാഷക കമ്മീഷൻ മടങ്ങി. 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ എത്തിയ കമ്മീഷൻ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മടങ്ങിയത്. പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ. അജിത് ബാബു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അജിത് ബാബു, ഇതിപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ഒരു കാഴ്ചയാണ് വാഴക്കുളത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഒഴിപ്പിക്കാനെത്തും, പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് അവിടെ ആ കുടുംബങ്ങൾ നടത്തുന്നത്. തുടർന്ന് മടങ്ങിപ്പോകുന്ന സ്ഥിതി ഇന്നും അതിൻ്റെ ഒരു ആവർത്തനമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനിടെ നടക്കുന്നുണ്ടോ അവിടെ? ലക്ഷ്മി പത്മ, അത്തരത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളൊന്നും നടത്താൻ പറ്റുന്ന സാധ്യതയിലല്ല ഇപ്പോൾ ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഈ കോടതി ഉത്തരവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നമുക്ക് മുമ്പിലുള്ള വിഷയങ്ങളാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഒഴിപ്പിക്കാനായി എത്തിയ സമയത്ത് ഇവർ പ്രധാനമായും പറഞ്ഞത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കാളിക്കുട്ടിയും തങ്കമ്മയും, അതായത് ഈ പ്രദേശത്തുള്ള 2 അമ്മമാർ നൽകിയ ഹർജി ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചിരുന്നു. അതിൽ വാദം കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാവൂ എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കാനായി ഇന്ന് അഭിഭാഷക കമ്മീഷൻ എത്തുന്നത്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നേരത്തെ ഉള്ളതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ സമരസമിതിയും ഒക്കെ നടത്തിയത്. വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു തരത്തിലും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷനെ കടത്തിവിടില്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ഈ സമരത്തിന് മുമ്പിൽ നിന്നത്. അവർ പറയുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇത്തരത്തിൽ സർക്കാർ ഭൂമിയായിട്ടുള്ള പുറമ്പോക്ക് ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് കൃത്യമായി അളന്നു തിരിച്ചെങ്കിൽ മാത്രമേ അതിൽ ഇവിടുത്തെ സ്ഥലത്തിന്റെ കൃത്യമായ ഒരു രേഖ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഏതെങ്കിലും നടപടിയിലേക്ക് കടക്കാം. അല്ലാത്ത നടത്തുന്നത് അനീതിയാണ്. തങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഈ അഭിഭാഷക കമ്മീഷൻ പക്ഷാപാതപരമായിട്ടാണ് പെരുമാറുന്നത്, ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ആരോപിച്ചു. പക്ഷേ അഭിഭാഷക കമ്മീഷൻ പറയുന്നത് പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട സഹായം, കടന്നു പോകാനുള്ള സഹായം അടക്കം ചെയ്ത് നൽകിയില്ല എന്നുള്ള കാര്യമാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. 2 മണിക്കൂറോളം ഇത്തരത്തിൽ പരസ്പരം തർക്കങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അഭിഭാഷക കമ്മീഷൻ മടങ്ങുകയായിരുന്നു. പോലീസിനെതിരെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. അത് കോടതിയെ അറിയിക്കുന്നു. പോലീസ് നടപടി പൂർത്തീകരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നില്ലെന്നുള്ള കാര്യമാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ലക്ഷ്യ പത്മ.